ഹായ് ടു ഓൾ. ഇന്ന് ഞങ്ങൾ കോട്ടയത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇന്ന് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. കാവാലം കപ്പിളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കോട്ടയം ലുലു മാളിലാണ് എന്നുള്ളത്. ലുലു മാളിൽ നാളെ മുതൽ ബിഗ് സെയിൽ ആരംഭിക്കുകയാണ്. ഈ കാണുന്ന സാധനങ്ങളുടെ എല്ലാം പകുതി വിലയ്ക്കാണ് ഒരു നാളെ മുതൽ. മിക്ക സാധനങ്ങൾക്ക് ഓഫർ ഇടുകയാണ്. പകുതി വിലയ്ക്കാണ് നാളെ മുതൽ ഒരു സെയിൽ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് കഴിയുന്ന ആൾക്കാർ ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. അത് നല്ലൊരു അവസരമായിരിക്കും നിങ്ങൾക്ക്. നമുക്കിനിയും ഇവിടെ 50% ഉള്ള സാധനങ്ങളുടെ രീതികൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് ആ വീഡിയോയിലേക്ക്, അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇത് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കയറി വരുന്ന ഭാഗമാണ്. ഇത് മെയിൻ എൻട്രൻസ് ആണ്. അവിടെ നിന്ന് കയറി വരുന്നതാണ്. ഫിയാമയ്ക്ക് നല്ല വിലക്കുറവുണ്ട്. മാർജിൻ പ്രൈസിനേക്കാളും ഒരു 200-300 രൂപയോളം കുറവ് വരുത്തിയിട്ടുണ്ട് അവർ. ഡോവ് ഇതും ഹാഫ് പ്രൈസാണ്. ഇതിൻ്റെ ഫ്രണ്ട് പ്രൈസിനേക്കാളും ഹാഫ് പ്രൈസിലാണ് ഇവരിത് വിൽക്കുന്നത്. ഇതും അതേ രീതി തന്നെയാണ്, ഹാഫ് പ്രൈസാണ് ഇതിനും. ഇത് ന്യൂട്ടല്ല. മിൽക്കി മിസ്റ്റ് നെയ്യാണ്. ഇതിന് ഹാഫ് പ്രൈസിലാണ് വിൽക്കുന്നത്. ഇത് മിക്സ് ഫ്രൂട്ടാണ്, ഡ്രൈ മിക്സ് ഫ്രൂട്ട്. ഇതിനും പകുതി വിലയാണ് വിട്ടിരിക്കുന്നത്. മാർജിൻ വിലയ്ക്ക് പകുതി പോലും വില വരുന്നില്ല. ഇതൊരു നല്ല ഐറ്റമാണ്. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിനും ആ രീതിയിലാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ മുതലാണ് ഇവിടെ ബിഗ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേര സ്വാദിന് നല്ല വില വ്യത്യാസമുണ്ട്. പ്രിന്റഡ് വിലയേക്കാളും നല്ല വില വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ എല്ലാ എണ്ണയ്ക്കും പ്രിന്റഡ് വിലയേക്കാളും നല്ല വ്യത്യാസമുണ്ട്. വെളിച്ചെണ്ണയ്ക്കാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ആൽമണ്ട് ഇതിനും നല്ല വില വ്യത്യാസമുണ്ട്. നാളെ മുതൽ ഇന്ന് മുതൽ വില വ്യത്യാസമുണ്ട്. പക്ഷേ നാളെ മുതൽ കുറച്ചുകൂടെ വില വ്യത്യാസത്തിൽ ഉണ്ടാവും, കൂടുതൽ വില വ്യത്യാസം ഉണ്ടാവും. പകുതി വിലയാണ് നിലവിലുള്ളതിൻ്റെ പകുതി വിലയാണ് ഇതിന്. ഈ ജ്യൂസാണ്, ഡിറ്റർജൻ്റാണ്. ഇതിന് പകുതി വിലയാണ്. എല്ലാ ഡിറ്റർജൻറ്റിനും ഇവരിവിടെ ചെയ്തു വച്ചിരിക്കുന്നത് പകുതി വിലയ്ക്കാണ്. പകുതി വില പോലും ഇല്ല ഇതിന്. പ്രിൻ്റഡ് വിലയിലെ അതിനപേക്ഷിച്ച് പകുതി വില പോലും കൊടുക്കണ്ട. ഒരു 40% പൈസ, 40-35% പൈസയാവുന്നുള്ളൂ ഇതിന്. പ്രിൻറ്റിനും വിലകളും കറക്റ്റ് നമ്മൾ പറയുന്നതിന് ലിമിറ്റഡ് ചില റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രിൻ്റ് വിലയേക്കാളും ഒരു 35% വില ഇതിനേ ഉള്ളൂ. പക്ഷെ നമുക്ക് പ്രിൻ്റ് വിലയും അതുപോലെ ഇപ്പോഴത്തെ വിലയും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നില്ല. അത് നമുക്ക് അലൗഡ് അല്ല ഇവിടെ വിലകൾ പ്രസിദ്ധീകരിക്കാൻ. അതുകൊണ്ട് നമ്മൾ കാണുന്ന ഡിസ്പ്ലേ കണ്ടതിന് ശേഷമാണ് നമ്മളീ പറയുന്നത്. ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്നതിനേക്കാളും ഒരു 35% വില, 35-40% വിലയേ ഉള്ളൂ ഇപ്പം നിലവിലിതിന്.
പകുതി പോലും വില കൊടുക്കേണ്ടതിന്. ഇതിനും അതുപോലെ തന്നെ പകുതി വില ആവുന്നുള്ളൂ ഗ്രില്ലിന്. ഇതെല്ലാം പകുതി വിലയാണ്. നാളെ മുതൽ ബിഗ് സെയിൽ തുടങ്ങുകയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് കോട്ടയത്തിൽ. എല്ലാവരും വരിക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതെല്ലാം അതുപോലെ തന്നെയാണ്, എല്ലാം പകുതി വിലയേ ഉള്ളൂ. മീറ്റ് സ്റ്റാളാണ്, ആടിൻ്റെയാണ് ഓരോ ഐറ്റംസ്. ഏത് ഭാഗം വേണമെങ്കിലും അതിൻ്റെ രീതിയിൽ അത് കട്ട് ചെയ്ത് തരും. മിക്സ് വേണമെങ്കിൽ മിക്സ്. ചിക്കൻ റെഡി ടു കുക്കാണ് ഇതെല്ലാം. ஒரு 1/2 கிலோ. ബീഫിൻ്റെ റെഡി ടു കുക്കാണ്. $400 തലയല്ലേ, മീനിൻ്റെ തലയല്ലേ? അച്ചാറുകളാണ്, മീൻ അച്ചാറുകളാണ് ഇരിക്കുന്നതെല്ലാം. ഉണക്കമീനാണ് ഇതെല്ലാം. ഇതിനകത്തിട്ടിരിക്കുന്ന ഉണക്കമീനാണ്. ഈ സൈഡ് മുഴുവൻ ഉണക്കമീനാണ്. ഇതെല്ലാം പൊളിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. നേരെ കണ്ട് കുക്ക് ചെയ്താൽ മാത്രം മതി. ചെമ്മീനൊക്കെ കളയണം, അല്ലാതെ മാന്തൽ അങ്ങനെയുള്ള മീനൊക്കെ എല്ലാം തൊലിയെല്ലാം പൊളിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു ചെറിയ അക്വേറിയമാണ്. നോക്കി നിൽക്കുന്നുണ്ട്. ഇത് ബേക്കറിയുടെ ഐറ്റംസ് ആണ്. ഇത് പ്ലം കേക്ക് ആണ് ഇത് ഇരിക്കുന്ന മുഴുവൻ. ഇതിൽ ഒരെണ്ണം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണത്.
കേക്കുകൾ തന്നെ പല രീതിയിലുള്ള കേക്കുകളാണ്, പല രീതിയിൽ ബേക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്ന മെയിൻ സാധനമാണ്, ഗൾഫ് അറബികളുടെ മെയിൻ സാധനമാണ് കുബൂസ്. ഇത് ഗോതമ്പ് കുബൂസ്, മറ്റേത് മൈദ കുബൂസ്. ഇത് ചെറിയ കുബൂസ്. ലുലു ഫ്രൂട്ട് കോത്തി എന്തൊക്കെയാണ്, ഇതെല്ലാം കേക്കിൻ്റെ ഐറ്റമാണ്. ഇത് മുഴുവൻ കേക്കിൻ്റെ ഐറ്റമാണ്. കുബൂസ് റോൾ ചിക്കനും കുബൂസ് റോൾ ബീഫും അത് നമ്മൾ ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇറാനി പിസ്സ വാങ്ങിക്കണം. ചായ കുടി, അത് പോയി കഴിക്കും. അത് രണ്ടും മതി. നമ്മൾ ഇവിടുന്ന് മേടിച്ച ആ റോള് നമുക്ക് അകത്തിരുന്ന് തന്നെ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ ചായ, കോഫി എന്നിവ അവൈലബിൾ ആണ്. ആദ്യം ബില്ല് പേ ചെയ്യണം, അതിനുശേഷം ഇവിടെ ചായ നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്തും ചെറിയ ജ്യൂസുകൾ കാര്യങ്ങൾ, ബിങ്കോ, അതുപോലെ തന്നെ ബണ്ണ കാര്യങ്ങൾ, എണ്ണക്കടികളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. രണ്ട് ചിക്കൻ സാൻഡ്വിച്ചും ഒരു ബീഫ് സാൻഡ്വിച്ചും മേടിച്ചിട്ടുണ്ട്. ഇത് കുബൂസിനാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ രണ്ട് ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് എങ്ങനെയുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഐസ്ക്രീമാണ്. ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്. മയണൈസാണ്. ബട്ടർ, ചോക്ലേറ്റ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനി ഇങ്ങോട്ട് പോകുമ്പോഴെല്ലാം ജാമാണ്. ഇതെല്ലാം ഓരോ ജാമാണ്. സലാഡാണ്. വെജിറ്റബിൾ സൂപ്പാണ്. ചിക്കൻ സൂപ്പുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ തന്നെ ഇതാണത്, കുറച്ചുകൂടെ വലിപ്പത്തിലുള്ളതാണ്. ഇത് ബനാന മിൽക്ക്, കോൾഡ് കോഫി, ഡേറ്റ്സ് വിത്ത് മിൽക്ക്, അങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ കിടക്കുകയാണ്. ഇതെല്ലാം ഇന്ന് സെയിലായില്ലെങ്കിൽ ഇത് മൊത്തം ഇവർ ഡിസ്പോസ് ചെയ്ത് കളയും. നാളത്തേക്ക് കുക്ക് ചെയ്യല്ല. ഇത് മൊത്തം ഇത് കുക്കിൽ നിന്ന് ഇത് ഒഴിച്ച് കളയും.
മീനച്ചാറൊക്കെയാണ്. ഫിഷ് പിക്കിൾ, ഇതെല്ലാം പിക്കിളാണ്, ഓരോ വെറൈറ്റി. പ്രോൺസ്, മീനച്ചാറാണ് മെയിനായിട്ട് കൂടുതലെല്ലാം. റെഡിമെയ്ഡ് പൊറോട്ടയാണ്. കൊള്ളാം കേട്ടോ, പിടിച്ചു നോക്കിയിട്ട് സോഫ്റ്റാണ്. അഞ്ച് പീസ് 55 രൂപ കാണിക്കുന്നത്. കൊച്ചമ്പലത്ത് കയറ്റി വീട്ടിൽ കൊണ്ട് ആവി കയറ്റിയാൽ മതി. ഇടിയപ്പം 10 എണ്ണം ഉണ്ട്, 75 രൂപ. കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ ലാഭം. കടയിൽ 10 രൂപ കൊടുക്കണം ഒരെണ്ണം. ഇതെല്ലാം ഡെയിലി ഉപയോഗിക്കുന്ന ഐറ്റംസാണ്. ഇത് വേണമെങ്കിൽ ഇത് മേടിച്ചുകൊണ്ട് പോയി രാവിലെ അപ്പച്ചമ്പലത്ത് വെള്ളം ആവി കയറ്റിയാൽ മതി. ഇത് കറക്റ്റായിട്ട് കിട്ടും. ഇതൊരു വെറൈറ്റി മിക്സ് ചെയ്ത് പൊടിപ്പിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഗോതമ്പ് ചോളം. കൊച്ചിൻ്റെ ഒരു ആഗ്രഹമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ട് കല്ലുവിന് വേണ്ടി. പിന്നെ കുറച്ച് പച്ചക്കറി. ഇത് എന്ത് പൊടിക്കാണോ? ഇത് വറുക്കാൻ. ഫ്രഞ്ച് ഫ്രൈസ്, ഐസ്ക്രീം. ഇതെടുത്താണോ? വിശ്വാസ് ഈ വീഡിയോ ശരിക്കും 2 ദിവസത്തെയാണ്. ആദ്യത്തെ ദിവസം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങി. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം. ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ശരിക്കും ബിഗ് സെയിൽ തുടങ്ങിയത് 2ാമത്തെ ദിവസമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം ഒന്നും കൂടി പോയത്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഫ്ലോറിലും. നമുക്ക് ഇനി സെക്കൻഡ് ഫ്ലോറിൽ കുറച്ച് കാഴ്ചകൾ കാണാം. എല്ലായിടത്തും ബാഗുകൾ അവർ വാങ്ങി വെക്കുക ചെയ്യണേ. പക്ഷേ ഇവിടെ നമ്മുടെ ബാഗുകൾ അവർ ഒരു ലോക്ക് പോലെ ഒരു സാധനമായിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് തരും. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങളുടെ ബാഗും അങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഞങ്ങൾ നേരെ അകത്തേക്ക് കിടന്നു. ഹലോ ഹലോ മേഡം പറഞ്ഞു. ഹലോ കേക്കാവോ? ഇറങ്ങിയായിരുന്നു. ഇത് സെക്കൻഡ് ഡേയിലെ തിരക്കാണേ. ഫസ്റ്റ് ഡേയേക്കാൾ നല്ല തിരക്കായിരുന്നു 2ാം ദിവസം. അതുപോലെ തന്നെ ഓഫറുകളൊക്കെ വ്യത്യാസം വന്ന് 50%, 60%, 70% ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു.
അപ്പം ലുലുവിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിച്ച് ഇറങ്ങുകയാണ്. അവിടുത്തെ വിശേഷങ്ങളും എല്ലാം നിങ്ങൾ കണ്ടില്ലേ. ഇത്രയും വേഗം വന്ന് നിങ്ങളുടെ അതിനകത്ത് പങ്കെടുത്ത് നിങ്ങൾക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പറയുകയാണ്. പെട്ടെന്ന് ടയോട്ടയുടെ വണ്ടി ഇവിടെ ഡിസ്പ്ലേ കേട്ടിട്ടുണ്ട്. ബൈക്ക് സെയിലാണ്, നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഇറങ്ങുകയാണ്. നല്ല തിരക്കായിരിക്കും നാളെ മുതൽ. രാത്രിയിലൊക്കെ നല്ല ലൈറ്റിംഗ് ആണ്, ഇതെല്ലാം നല്ല ഭംഗിയാണ്. ഇപ്പം തന്നെ ഗ്രൗണ്ട് നിറച്ച് വണ്ടികളായി. നാളെ നല്ല തിരക്കായിരിക്കും. പെർമിഷൻ ഉണ്ട്. ഇവിടെ വീഡിയോ എടുക്കണമെങ്കിൽ പെർമിഷൻ വേണം. അത് മേടിച്ചിട്ടുണ്ടെന്ന് പുള്ളിക്ക് അറിയത്തില്ല എന്നതുകൊണ്ട് പറഞ്ഞാണ്. ഈ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്ന ഏരിയയാണിത്. കാറ് ഇവിടെ വണ്ടി എടുത്തുകൊണ്ട് വരാം. ഞാൻ വണ്ടി എടുക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിനും വരെ എല്ലാവർക്കും നമസ്കാരം.